നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്സിന്റെ 3 അഡ്രസ് കോഡ് ജനറേഷനും കാര്യങ്ങളും ഒക്കെയാണ് പഠിച്ചത്. ഇന്നും അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്സ് തന്നെയാണ്. ആ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്സിൽ നമുക്കറിയാം നമ്മൾ ഐഡീസ് യൂസ് ചെയ്തു. ഓക്കെ, ഐഡീസ് എന്ന് പറയുന്നത് നമ്മുടെ വേരിയബിൾ നെയിംസ് ഐഡന്റിഫയേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഈ ഐഡന്റിഫയേഴ്സ് എല്ലാം തന്നെ നമ്മൾ നോർമലി സ്റ്റോർ ചെയ്യുന്നത് സിമ്പിൾ ടേബിളിലാണെന്നും ഒക്കെ നമുക്ക് നേരത്തെ അറിയാം. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ടേബിളിൽ നിന്ന് നമ്മൾ ഈ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഹൗ ടു ഗെറ്റ് ദാറ്റ് ഐഡന്റിഫയേഴ്സ് ഫ്രം ദ സിമ്പിൾ ടേബിൾ. ഓക്കെ, ആ സിമ്പിൾ ടേബിളിലുള്ള എൻട്രീസിനകത്ത് നിന്ന് നമുക്ക് ആവശ്യമുള്ള ഐഡന്റിഫയേഴ്സിനെ ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട് ആൻഡ് ഹൗ ടു റെപ്രസെന്റ് ദാറ്റ്. അതിനു വേണ്ടിയുള്ള ട്രാൻസ്ലേഷൻ സ്കീമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ how to get the names in the symbol table. So നമ്മൾ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റിന്റെ ഗ്രാമർ ഓൾറെഡി പഠിച്ചതാണ്. ആ ഓരോ അല്ലെങ്കിൽ പ്രൊഡക്ഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള SDD സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻ ആണ് നമ്മളിപ്പോൾ എഴുതാൻ പോകുന്നത്. സിമ്പിൾ ടേബിളിൽ നിന്ന് ആ ഐഡന്റിഫയേഴ്സിനെ ഫെച്ച് ചെയ്യാനുള്ള സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻ ആണ് നമ്മളിപ്പോൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഗ്രാമർ എഴുതുവാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രൊഡക്ഷൻ ഈസ് എസ് ഗിവിംഗ് ID ഈക്വൽ ടു E ഗിവിംഗ് E1 പ്ലസ് E2, E giving E1 into E2, E giving minus E1, E giving E1, then E giving ID. ഇത്രയും പ്രൊഡക്ഷൻസ് ആണ് നമുക്ക് ആ ഒരു അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റിനകത്ത് വരുന്ന പ്രൊഡക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓരോ പ്രൊഡക്ഷനും അസോസിയേറ്റ് ചെയ്ത് നമ്മൾ SDD എഴുതാൻ പോവാണ്. സോ ഇവിടെ ഫസ്റ്റ് പ്രൊഡക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വി ആർ യൂസിങ് സം ID. ഓക്കെ, സോ വി ഹാവ് ടു ഗെറ്റ് ദിസ് ID ഫ്രം ദ സിമ്പിൾ ടേബിൾ. സോ ഈ SDDക്കകത്ത് നമ്മൾ രണ്ട് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ലുക്കപ്പ് ഫങ്ഷൻ. ലുക്കപ്പ് ID ഡോട്ട് നെയിം. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഫൈൻഡ് ഔട്ട് വെദർ ദ ഐഡന്റിഫയർ ഈസ് അവൈലബിൾ ഇൻ ദ സിമ്പിൾ ടേബിൾ ഓർ നോട്ട്. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് അവൈലബിൾ ഇറ്റ് വിൽ റിട്ടേൺ ദ പോയിന്റർ ടു ദ എൻട്രി ഓഫ് ദി കറസ്പോണ്ടിങ് ഐഡന്റിഫയർ. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ലുക്കപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. സോ നമ്മൾ ഇവിടെ ഒരു ID ഡോട്ട് നെയിം കൊടുത്തു കഴിഞ്ഞാൽ ആ ID സിമ്പിൾ ടേബിളിൽ പോയിട്ട് സെർച്ച് ചെയ്യും. സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ ഐഡന്റിഫയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിമ്പിൾ ടേബിളിൽ ആ ഐഡന്റിഫയറിന് കറസ്പോണ്ടിങ് എൻട്രിയുടെ പോയിന്റർ റിട്ടേൺ ചെയ്യും. അതാണ് ലുക്കപ്പ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ എമിറ്റ് എന്ന് പറയുന്ന വേറൊരു ഫംഗ്ഷനും കൂടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ എമിറ്റ് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ എമിറ്റ് 3 അഡ്രസ് സ്റ്റേറ്റ്മെന്റ് ടു ആൻ ഔട്ട്പുട്ട് ഫയൽ. ഒരു ഔട്ട്പുട്ട് ഫയലിലേക്ക് 3 അഡ്രസ് സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് എമിറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഈ രണ്ട് ഫംഗ്ഷൻസും ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് വെച്ച് എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളതാണ്. സോ ഇവിടെ നമുക്ക് ഐഡന്റിഫയർ ഉണ്ട്. അപ്പോൾ വി ഹാവ് ടു ഫൈൻഡ് വെദർ ദിസ് ID ഈസ് അവൈലബിൾ ഇൻ ദ സിമ്പിൾ ടേബിൾ ഓർ നോട്ട്. ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ് വി ഹാവ് ടു ഡു. സോ ആദ്യം നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ലുക്കപ്പ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഈ ഐഡന്റിഫയർ ഇതിനകത്ത് ഉണ്ടോ എന്നുള്ളത് സിമ്പിൾ ടേബിളിൽ ലുക്കപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് ലുക്ക് ചെയ്യുക. ലുക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഫൈൻഡ് ആവുകയാണെങ്കിൽ വിൽ ഗെറ്റ് എ പോയിന്റർ. സോ ആ പോയിന്ററിനെ നമ്മൾ P ഈക്വൽ ടു ലുക്കപ്പ് ID ഡോട്ട് നെയിം. സോ ഇവിടുത്തെ ഈ ഐഡന്റിഫയറിന്റെ നെയിമാണ് നമ്മൾ ഇവിടുന്ന് പാസ് ചെയ്യുന്നത്. അത് ലുക്കപ്പ് ടേബിളിൽ പോയി നോക്കുന്നുണ്ട്. നോക്കിയിട്ട് അവിടുന്ന് പോയിന്റർ കിട്ടുവാണെങ്കിൽ ദാറ്റ് പോയിന്റർ വിൽ ബി അസൈൻഡ് ഇൻ P. ഇഫ് ഇറ്റ് ഈസ് there is no entry corresponding to this ID, it will return a null pointer. Okay, so
അപ്പം നമ്മൾ അവിടെ അതും കൂടി ചെക്ക് ചെയ്യണം. ഇഫ് പി നോട്ട് ഈക്വൽ ടു നിൽ ഓർ നൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്റ്റേറ്റ്മെന്റിനെ ഔട്ട്പുട്ട് ഫയലിലേക്ക് റൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ദെൻ വി ഹാവ് ടു പുട്ട് ആൻ എമിറ്റ് ഫംഗ്ഷൻ. ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് ഫയലിലേക്ക് റൈറ്റ് ചെയ്യാൻ പോകുന്നത് പി ഈക്വൽ ടു ഈ പോയിന്ററിലേക്ക് ഇയിൽ എന്താണോ ഉള്ളത് അതിനെ കൊണ്ട് അസൈൻ ചെയ്യുക എന്നുള്ളതാണ്. സോ ഇ ഡോട്ട് പ്ലേസ്. ഓക്കെ, ഇ എന്ന് പറയുന്നത് നമുക്കൊരു എക്സ്പ്രഷൻ ആണ്. ആ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് കിട്ടുന്ന ആ വാല്യൂ പ്ലേസ് എന്ന് പറയുന്ന ആ ആട്രിബ്യൂട്ടിലാണ് ഉള്ളതെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. സോ ഇഫ് ദാറ്റ് പോയിന്റർ ഈസ് അവൈലബിൾ, that means that identifier is available, then we can assign this value of this expression into this p. Else we have to produce some error message. അതാണ് ഈ ഫസ്റ്റ് പ്രൊഡക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ അപ്പം അസൈൻമെന്റ് നടക്കേണ്ടത് എപ്പോഴാണ്? ഈ ഐഡന്റിഫയർ അവൈലബിൾ ആണെങ്കിൽ മാത്രമേ ഈ എക്സ്പ്രഷനിൽ കിട്ടിയ ഇവാലുവേറ്റ് ചെയ്ത് കിട്ടിയ വാല്യൂ നമുക്ക് അസൈൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ അതിനു വേണ്ടി നമ്മൾ ആദ്യം ഈ ഐഡന്റിഫയർ സിമ്പിൾ ടേബിളിൽ അവൈലബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഫോർ ദാറ്റ് വി ആർ യൂസിങ് ലുക്കപ്പ് ഫംഗ്ഷൻ. Okay, so whenever we are applying this lookup function, it will check whether this ID is available in the symbol table or not. If it is available, it will return the pointer which is corresponding to that particular ID's symbol table entry. So we'll get a pointer in P. Then we have to check whether this P is null or not. So if it is not null means എന്താണ്? ആ ഐഡന്റിഫയർ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. If it is available, then we have to place this value into P. So for that we are using emit function. Emit function p equal to e dot place എന്ന് പറയുമ്പോൾ ഈക്ക് അകത്ത് നമ്മൾ എന്ത് വാല്യൂ ആണ് ഇവാലുവേറ്റ് ചെയ്തത്, that value will be placed corresponding to this P. Okay, otherwise we have to produce an error. Error produce ചെയ്യുന്നത് എപ്പോഴായിരിക്കും? ഈ ID അവൈലബിൾ അല്ല എങ്കിൽ. ഓക്കെ, ഇതാണ് ഇതിൽ വരുന്നത്. ദെൻ ഈ അടുത്ത ഈ ഒരു പ്രൊഡക്ഷനിൽ വരേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈക്കകത്ത് നമുക്ക് അസൈൻ ചെയ്യേണ്ട വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ E1ഉം E2ഉം തമ്മിൽ ആഡ് ചെയ്ത് കിട്ടുന്ന ഒരു വാല്യൂ ആണ് ഇയിലേക്ക് അസൈൻ ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് ഇവിടെ E1 E2 ഈ ഒരു എക്സ്പ്രഷൻ ഇവാലുവേഷൻ കഴിയുമ്പോൾ വി വിൽ ഗെറ്റ് എ ടെമ്പററി റിസൾട്ട്. ആ ടെമ്പററി റിസൾട്ട് ആണ് ഇവിടെ നമുക്ക് ഈക്കകത്തേക്ക് പ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് അതുകൊണ്ട് ഇ ഡോട്ട് പ്ലേസിലേക്ക് നമുക്ക് അസൈൻ ചെയ്യേണ്ട വാല്യൂ എന്ന് പറയുന്നത് ഒരു ടെമ്പററി വാല്യൂ ആണ്, ന്യൂ ടെമ്പററി വാല്യൂ ആണ് ഇവിടേക്ക് അസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് അസൈൻമെന്റിന് വേണ്ടിയിട്ട്. ഇനി അതുപോലെ തന്നെ അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു 3 അഡ്രസ് കോഡ് നമ്മൾ ഔട്ട്പുട്ട് ഫയലിലേക്ക് ജനറേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എമിറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. എമിറ്റിനകത്ത് ഇ ഡോട്ട് പ്ലേസ് ഈക്വൽ ടു E1 ഡോട്ട് പ്ലേസ് പ്ലസ് E2 ഡോട്ട് പ്ലേസ്. ഈ ഒരു 3 അഡ്രസ് കോഡ് ആയിരിക്കും നമ്മൾ ഔട്ട്പുട്ട് ഫയലിലേക്ക് റൈറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഇന്റർമീഡിയറ്റ് ഫയലിലേക്ക് റൈറ്റ് ചെയ്യുന്ന 3 അഡ്രസ് കോഡ് എന്ന് പറയുന്നത് ഇ ഡോട്ട് പ്ലേസ് ഈക്വൽ ടു E1 ഡോട്ട് പ്ലേസ് പ്ലസ് E2 ഡോട്ട് പ്ലേസ്. ഓക്കെ, ആക്ച്വലി ഇതിനകത്ത് അസൈൻ ചെയ്യേണ്ട വാല്യൂ എന്താണ്? ന്യൂ ടെമ്പ് ആണ്. ഈ ന്യൂ ടെമ്പ് എവിടെ നിന്ന് കിട്ടും? ഈ 3 അഡ്രസ് കോഡ് ഇവാലുവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ന്യൂ ടെമ്പ് കിട്ടും. അതാണ് ഇ ഡോട്ട് പ്ലേസിലേക്ക് അസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് ഈ ഒരു പ്രൊഡക്ഷനിൽ വരുന്നത്. അതുപോലെ തന്നെ അടുത്ത പ്രൊഡക്ഷനിലും സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. ഈ ഇയിലേക്ക് അസൈൻ ചെയ്യേണ്ടത് ഈ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത വാല്യൂ, ടെമ്പററി വാല്യൂ ആണ്. സോ ഇ ഡോട്ട് പ്ലേസ് ഈക്വൽ ടു new temporary value. Then we have to place this 3 address code into output file. For that e dot place equal to E1 dot place into E2 dot place. Okay, then again E giving minus E1. ഇവിടെ -E1 എന്ന് പറയുന്നത് ഇത് ഒരു എക്സ്പ്രഷൻ ഇവാലുവേഷൻ ആണ്. നമ്മൾ യൂണറി മൈനസ് അപ്ലൈ ചെയ്തിട്ട് ആ ടെമ്പററി വാല്യൂ ആണ് ഇയിലേക്ക് വരേണ്ടത്.
സോ അതുകൊണ്ട് ഇ ഡോട്ട് പ്ലേസ് എന്ന് പറയുന്നത് അതിലേക്ക് അസൈൻ ചെയ്യേണ്ടത് പുതിയ ടെമ്പററി വാല്യൂ ആണ് നമുക്ക് അസൈൻ ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ എമിറ്റ് ചെയ്യാൻ പോകുന്ന 3 അഡ്രസ് കോഡ് എന്ന് പറയുന്നത് ഇ ഡോട്ട് പ്ലേസ് ഈക്വൽ ടു unary minus operation of e1 dot place. Okay. Then അടുത്ത ഇത് പ്രൊഡക്ഷൻ എടുക്കുമ്പോൾ ഇ ഗിവിംഗ് E1 ആണ്. ഇവിടെ വേറെ പ്രത്യേകിച്ച് എക്സ്പ്രഷൻ ഇവാലുവേഷൻ ഒന്നുമില്ല. ജസ്റ്റ് വി ആർ അസൈനിങ് E1 dot place into E dot place. So we can directly assign that. So E dot place equal to E1 dot place. Okay. Then comes the last production, E giving ID. So here we are having an ID. For ID ഉള്ള productions എല്ലാം തന്നെ we have to apply the lookup function. So അപ്പോൾ ഇവിടെ വരുമ്പോൾ എങ്ങനെയായിരിക്കും P dot P equal to lookup ID dot name. Okay. അപ്പോൾ ഇവിടെ സിമ്പിൾ ടേബിളിൽ പോയിട്ട് ഈ ഐ ഡി അവൈലബിൾ ആണോ അല്ലെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഒരു പോയിന്റർ റിട്ടേൺ ചെയ്യും. ആ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഇഫ് പി നോട്ട് ഈക്വൽ ടു നിൽ ദെൻ നൽ അല്ല എങ്കിൽ ഇയുടെ പ്ലേസിലേക്ക് ഇ ഡോട്ട് പ്ലേസിലേക്ക് പി അസൈൻ ചെയ്യുക. അതല്ല എങ്കിൽ എൽസ് എറർ പ്രൊഡ്യൂസ് ചെയ്യുക. Okay. ഇതാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് SDD വരുന്നത്. സോ ഇതാണ് നമുക്ക് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്സിൽ കറസ്പോണ്ടിങ് സിമ്പിൾ ടേബിൾ എൻട്രീസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള എന്താണ് സിന്റാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻ. ഡയറക്റ്റഡ് ഡെഫിനിഷൻസ് ഒക്കെയാണ് നമ്മൾ കമ്പൈലർ ഉണ്ടാക്കുന്ന സമയത്ത് കോഡ് ആയിട്ട് എഴുതുന്നത്. അതാണ് ഈ പഠിക്കുന്നത് മുഴുവനും. ഓക്കെ. കമ്പൈലർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിന്റെ ആ ഒരു കോഡാണ് ഈ പറയുന്നതൊക്കെ. അപ്പം നമ്മൾ ഓരോ ഗ്രാമർ പ്രൊവൈഡ് ചെയ്യുന്നതിനനുസരിച്ച് ഉള്ള സിന്റാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻസ് കൊടുക്കുന്നുണ്ട്. ആ സിന്റാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻസ് ആണ് നമ്മൾ കോഡായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ. ഇനി അതുപോലെ തന്നെ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്സ് വരുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് ടെമ്പററി നെയിംസിന്റെ ആവശ്യം വരുന്നത്. ഓക്കെ. ടെമ്പററി നെയിംസിലേക്കൊക്കെയാണ് നമ്മൾ ടെമ്പററി റിസൾട്ട്സ് സ്റ്റോർ ചെയ്യുന്നത്. ദെൻ ഫൈനലി എന്നാൽ മാത്രമേ നമുക്ക് അസൈൻ ചെയ്തെടുക്കാൻ പറ്റൂ. ഇപ്പൊ സബ് എക്സ്പ്രഷൻ ഇവാലുവേഷൻ കൂടുതലായിട്ട് വരുന്നത് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്സിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ടെമ്പററി നെയിംസ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടെമ്പററി വേരിയബിൾസ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരുന്നത്. സോ അങ്ങനെ വരുന്ന കേസസിൽ നമ്മളിപ്പോൾ ഒരേ നെയിംസ് തന്നെ, അതായത് ടെമ്പററി നെയിംസ് ആയിട്ട് നമ്മൾ കുറേ നെയിംസ് ആവശ്യമായിട്ട് വരും. ഒരു എക്സ്പ്രഷനിൽ തന്നെ നമുക്കൊരു 5 സബ് എക്സ്പ്രഷൻസ് ഉണ്ടെങ്കിൽ ആ 5 സബ് എക്സ്പ്രഷൻസ് ഇവാലുവേറ്റ് ചെയ്ത് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് 5 ടെമ്പററി വേരിയബിൾസ് ഒക്കെ വേണ്ടി വരും അല്ലെ. അപ്പോൾ ആ ടെമ്പററി വേരിയബിൾസിന്റെ നെയിം നമ്മൾ കീപ് ട്രാക്ക് ചെയ്യണം. അത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ. സോ ഇവിടെ നമ്മളിപ്പോ ഒരു ടെമ്പററി വേരിയബിൾ നമ്മളിപ്പോ എടുത്തു എന്ന് വിചാരിക്കാം. ആ എടുത്ത ടെമ്പററി വേരിയബിൾ നമ്മൾ യൂസ് കഴിയുവാണെങ്കിൽ വി ക്യാൻ റീയൂസ് ദാറ്റ് ടെമ്പററി നെയിം. അത് എങ്ങനെയാണ് എന്നുള്ളതാണ് അടുത്ത് നമ്മൾ പഠിക്കുന്നത്. സോ റീയൂസിങ് ടെമ്പററി നെയിംസ്. Reusing temporary names in the intermediate code generation while using assignment statements. So നമുക്കറിയാം temporary names നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? To store temporary results. അതിനാണ് നമ്മൾ temporary വേരിയബിൾസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടെമ്പററി ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എക്സ്പ്രഷൻ ഇവാലുവേഷന്റെ റിസൾട്ട്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ടെമ്പററി വാല്യൂസിനെ നമുക്ക് വേണമെങ്കിൽ റീയൂസ് ചെയ്യാം. അത് സിമ്പിൾ ആയിട്ട് നമ്മൾ എങ്ങനെയാണ് റീയൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ യൂസിങ് എ കൗണ്ട്.
അതായത് ടെമ്പററി വാല്യൂസ്, ടെമ്പററി നെയിംസ് ജനറേറ്റ് ചെയ്യുന്നത് ഈ കൗണ്ടിനെ ബേസ് ചെയ്തായിരിക്കും. ഇനിഷ്യലി ഈ കൗണ്ടിന്റെ വാല്യൂ 0 ആയിരിക്കും. സോ അറ്റ് ദാറ്റ് ടൈം ടെമ്പററി വാല്യൂ വിൽ ബി ടെമ്പററി വേരിയബിൾ നെയിം എന്ന് പറയുന്നത് $0 എന്നായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ $0 നമ്മൾ യൂസ് ചെയ്യുവാണെന്ന് വിചാരിക്കുക. ഇതിനൊക്കെ നമ്മൾ ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് വെക്കുന്നു. ഇനി അടുത്ത് നമുക്ക് ഒരു എക്സ്പ്രഷൻ ഇവാലുവേഷൻ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ സീനെ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും. അപ്പോൾ അടുത്ത ടെമ്പററി നെയിം എന്ന് പറയുന്നത് $1 ആയിട്ട് മാറും. അതിലേക്ക് നമ്മൾ അടുത്ത വാല്യൂ വെച്ചു. ദെൻ $2ലേക്ക് ഇത് രണ്ടും കൂടി ചേർന്നുള്ള ഒരു എക്സ്പ്രഷൻ ഇവാലുവേഷൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എങ്കിൽ വി ക്യാൻ റീയൂസ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ഫോർ ദാറ്റ് വി ആർ കൺസിഡറിങ് a statement x equal to a into b plus c into d minus e into f. So ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എക്സ്പ്രഷൻ 3 അഡ്രസ് കോഡ് ജനറേഷൻ നടക്കുന്ന സമയത്ത് ടെമ്പററി വാല്യൂ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഇവിടെ നമ്മൾ കൗണ്ട് ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആ സിയുടെ വാല്യൂവിന്റെ കൗണ്ട് എന്ന് പറയുന്നത് ഇനിഷ്യലി 0 ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ അപ്പൊ ആദ്യം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്ന സബ് എക്സ്പ്രഷൻ ഈസ് a into b. സോ ആൻഡ് ദാറ്റ് a into b will be evaluated and the result will be stored in 0. സോ $0യിലേക്ക് a into b. Then അപ്പൊ ഇവിടെ നമ്മൾ $0 യൂസ് ചെയ്തു എന്നുള്ളതാണ്. സോ ആഫ്റ്റർ യൂസിങ് ദിസ് 0 കൗണ്ട് വിൽ ബി ഇൻക്രിമെന്റഡ് ടു 1. So next sub expression will be c into d. So $1 equal to c into d. So 1 യൂസ് ചെയ്ത് കഴിഞ്ഞത് കൊണ്ട് count will be incremented 2. Okay. Then again $0 തന്നെ നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇതാണ് ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്. ദിസ് a into b plus c into d. So for evaluating this we are using, so this one is 0 and this one is 1, right? So we are using 0 and 1. സോ അപ്പം ഇതിന്റെ റൈറ്റ് സൈഡിൽ, ഈ എക്സ്പ്രഷന്റെ റൈറ്റ് സൈഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് $0 പ്ലസ് $1 ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് വി ആർ യൂസിങ് 0 and 1. അപ്പൊ നമ്മൾ രണ്ട് ടെമ്പററി വാല്യൂസ് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു, യൂസ് ചെയ്തു. സോ ഒന്ന് ഡിക്രിമെന്റ് ചെയ്യുമ്പോൾ 1 ആവുന്നു. ഓക്കെ, ഇപ്പൊ 2ൽ നിന്നത് ഡിക്രിമെന്റ് ചെയ്യും. ഡിക്രിമെന്റ് ചെയ്യുമ്പോൾ 1 ആവുന്നു. 1 ആയതിനു ശേഷം വീണ്ടും ഒന്നുകൂടി ഡിക്രിമെന്റ് ചെയ്ത് 0 ആവും. സോ ആ 0 ആയിരിക്കും നമ്മൾ ഇവിടെ റീയൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിങ്ങനെ എടുക്കാൻ കാരണം എന്താണ്, ഇവിടെ നമ്മൾ റൈറ്റ് സൈഡിൽ യൂസ് ചെയ്യാൻ പോകുന്നത് 0ഉം 1ഉം ആണ്. 0ഉം 1ഉം യൂസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഓരോ തവണയും നമ്മൾ ആ ടെമ്പററി വാല്യൂ യൂസ് ചെയ്ത് കഴിയുമ്പോൾ കൗണ്ട് ഡിക്രിമെന്റ് ചെയ്യും. ഓക്കെ, പുതുതായിട്ട് അതിലേക്ക് അസൈൻ ചെയ്യുന്ന സമയത്ത് കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്യും. ആ അസൈൻ ചെയ്ത വാല്യൂ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് കൗണ്ടിനെ ഡിക്രിമെന്റ് ചെയ്യും. അപ്പൊ ആദ്യം ഞാൻ 0 യൂസ് ചെയ്യുന്ന സമയത്ത് കൗണ്ട് ഡിക്രിമെന്റ് ചെയ്ത് 1 ആവും. എഗെയിൻ 1 യൂസ് ചെയ്യുന്ന സമയത്ത് കൗണ്ട് ഡിക്രിമെന്റ് ചെയ്ത് 0 ആവും. ആ 0യിലേക്കായിരിക്കും ഇത് ഈ പറയുന്ന എക്സ്പ്രഷൻ ഇവാലുവേഷന്റെ റിസൾട്ട് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്തു, 0 യൂസ് ചെയ്തു. 0യിലേക്ക് ഒരു വാല്യൂ വന്നു കഴിഞ്ഞു. അപ്പൊ ഇനി 0 നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കൗണ്ട് നമ്മളൊന്ന് ഇൻക്രിമെന്റ് ചെയ്യണം. സോ അഗെയിൻ കൗണ്ട് വിൽ ബിക്കം ആസ് 1. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനുള്ളത് e into f ആണ്. സോ ദാറ്റ് വിൽ ബി ഇവാലുവേറ്റഡ് ഇൻ $1. സോ $1 equal to e into f. And the count will be incremented as 2. Okay. Then again, ഇപ്പൊ നമ്മുടെ റിസൾട്ട് ഇവാലുവേഷനിൽ ഇത് ഇത്രയും നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് 0യ്ക്കകത്തും ഇത് വന്നിരിക്കുന്നത് 1-നകത്തുമാണ്.
Okay, so now what we have to perform is 0 minus 1. So next നമ്മൾ പെർഫോം ചെയ്യാൻ പോകുന്നത് $0 മൈനസ് $1 എന്നുള്ള ഓപ്പറേഷൻ ആണ്. അപ്പൊ വീണ്ടും എന്ത് ചെയ്യും? കൗണ്ട് ഡിക്രിമെന്റ് ആവുകയാണ്. കൗണ്ട് ഇവിടെ ഒന്ന് ഡിക്രിമെന്റ് ആകുമ്പോൾ 1 ആവും, എഗെയിൻ ഡിക്രിമെന്റ് ആകുമ്പോൾ 0 ആവും. സോ $0 എഗെയിൻ ദിസ് വൺ ഇവാലുവേറ്റ് ചെയ്ത് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ $0 യൂസ് ചെയ്തു. $0 യൂസ് ചെയ്തതുകൊണ്ട് കൗണ്ട് 1 ആയി മാറി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫുൾ എക്സ്പ്രഷൻ ഇവാലുവേഷന്റെ റിസൾട്ട് നമുക്കിപ്പോൾ 0 നിൽക്കുന്നത്. ആൻഡ് ദാറ്റ് 0 ഷുഡ് ബി അസൈൻഡ് ഇൻ ടു എക്സ്. ദാറ്റ്സ് ദ നെക്സ്റ്റ് തിങ്. സോ എക്സ് ഈക്വൽ ടു $0. ഓക്കെ, സോ അപ്പൊ ഇവിടെ നമ്മൾ $0 യൂസ് ചെയ്ത് കഴിഞ്ഞു. നൗ വി ക്യാൻ ഡിക്രിമെന്റ് ദ കൗണ്ട്. സോ ദ കൗണ്ട് ബിക്കംസ് 0. അപ്പോഴത്തേക്കും നമ്മുടെ എക്സ്പ്രഷനും കഴിഞ്ഞു. അടുത്തതായിട്ട് അഡ്രസ്സിംഗ് അറേ എലമെന്റ്സ്. നമ്മൾ എക്സ്പ്രഷൻ ഇവാലുവേഷൻസ് വരുന്ന സമയത്ത് sometimes we will be using array, so we have to represent that array elements also. So array elements നമ്മൾ normally store ചെയ്യുന്നത് consecutive locationsലാണ് for easy access. സോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു അറേക്കകത്തേക്ക് അറേ എലമെന്റ്സ് സ്റ്റോർ ചെയ്യാന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് കൺസിക്യൂട്ടീവ് ലൊക്കേഷൻസിൽ പോകുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാർട്ടിംഗ് അഡ്രസ് ആയിരിക്കും, വിച്ച് ഇസ് ദ ബേസ് അഡ്രസ്. ഈ ബേസ് അഡ്രസ്സിൽ ഇതിന്റെ സൈസ് W ആണെന്ന് വിചാരിക്കാം. അതായത് ഇൻറ്റിജർ ആണെങ്കിൽ 2 ബൈറ്റ്, ഫ്ലോട്ട് ആണെങ്കിൽ 4 ബൈറ്റ്, ആ ഒരു രീതിയിലാണ്. ഇതിനെയാണ് നമ്മൾ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ വിഡ്ത്ത് ഇസ് ദ സൈസ് ഓഫ് ഈച്ച് എലമെന്റ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ അറേ. ദെൻ ith എലമെന്റ് എന്ന് പറയുമ്പോൾ A of I. ഈ A of Iയുടെ സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ, സ്റ്റാർട്ടിംഗ് അഡ്രസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ബേസ് പ്ലസ് I മൈനസ് ലോ ഇൻറ്റു W എന്നുള്ള എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ അഡ്രസ്, സ്റ്റാർട്ടിംഗ് അഡ്രസ് ഓഫ് ദ ith എലമെന്റ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ അറേ. ഓക്കെ, ഇവിടെ ഈ ബേസ് അഡ്രസ് എന്ന് പറയുന്നത് ഈ അറേയുടെ സ്റ്റാർട്ടിംഗ് അഡ്രസ് ആയിരിക്കും. I എന്ന് പറയുന്നത് ഏത് ഇൻഡെക്സിലെ വാല്യൂ ആണോ നമുക്ക് ആക്സസ് ചെയ്യേണ്ടത്, അതാണ് I എന്ന് പറയുന്നത്. ലോ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 0 1 ആണോ, ആ ലോ അഡ്രസ് ഏതാണോ അതാണ് ലോ എന്ന്, ആ ലോ ഇൻഡെക്സ് ആണ് ഇവിടെ പറയുന്നത്. ദെൻ W എന്ന് പറയുന്നത് ഓരോ എലമെന്റിന്റെയും വിഡ്ത്ത്, അല്ലെങ്കിൽ ആ ഓരോ എലമെന്റിന്റെയും സൈസിനെയാണ് നമ്മൾ W വെച്ച് പറയുന്നത്. സോ whenever we are evaluating this expression, base plus I minus low into W will get the starting address of the ith element in that particular array. Okay, ഇനി ഇതിനെ തന്നെ നമ്മൾ കമ്പൈലറിൽ കമ്പൈൽ ടൈമിൽ നമുക്ക് ഇവാലുവേഷന് വേണ്ടിയിട്ട് we will be rearranging this expression as I into W plus base minus low into W. ഈ ഒരു രീതിയിൽ നമുക്ക് അതിനെ റീഅറേഞ്ച് ചെയ്യാം ആ എക്സ്പ്രഷനെ. അങ്ങനെ റീഅറേഞ്ച് ചെയ്താലുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ അറേയുടെ ഡിക്ലറേഷൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ വി ക്യാൻ കാൽക്കുലേറ്റ് ദിസ് ബേസ് മൈനസ് ലോ ഇൻറ്റു W. ഓക്കെ, അപ്പൊ അത് നമുക്ക് കമ്പൈൽ ടൈമിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ദെൻ ഓരോ തവണയും നമുക്ക് ith എലമെന്റിന്റെ ആണ് ആക്സസ് ചെയ്യേണ്ടതെങ്കിൽ I into W കണ്ടുപിടിച്ച് അത് ഇതിന്റെ കൂടെ ഒന്ന് ആഡ് ചെയ്താൽ മാത്രം മതിയാവും. അപ്പൊ നമുക്ക് അത്രയും ഫാസ്റ്റ് ആയിട്ട് ആ ഓരോ നമുക്ക് കറസ്പോണ്ടിങ് നമുക്ക് ആവശ്യമായിട്ടുള്ള എലമെന്റിനെ ആക്സസ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. ഓക്കെ, സോ അപ്പൊ ഈസി ആക്സസിന് വേണ്ടിയിട്ട് what we are doing is we will be rearranging this expression as this. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ this sub expression can be evaluated whenever this array is declared. അതിനു വേണ്ടിയാണ് ഈ ഒരു റീഅറേഞ്ച്മെന്റ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ അറേ എലമെന്റ്സ് എപ്പോഴും സ്റ്റോർ ചെയ്യുന്നത് രണ്ട് രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്യാറുണ്ട്. രണ്ട് ഓർഡർ ഉണ്ട് അറേ എലമെന്റ്സ് സ്റ്റോർ ചെയ്യുന്നത്. റോ മേജർ ഓർഡറും ഉണ്ട്, കോളം മേജർ ഓർഡറും ഉണ്ട്.
ഇങ്ങനെ രണ്ട് രീതിയിൽ നമ്മൾ അറേ എലമെന്റ്സ് സ്റ്റോർ ചെയ്യാറുണ്ട്. റോ മേജർ ഓർഡർ എന്ന് പറയുമ്പം ആദ്യം നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഫസ്റ്റ് റോയിലുള്ള എലമെന്റ്സ് ആയിരിക്കും വരിക. അപ്പൊ ഇത് ഇത്രയും ഫസ്റ്റ് റോ ആയിരിക്കും. ദെൻ വരുന്നത് സെക്കൻഡ് റോ ആയിരിക്കും. ഇങ്ങനെ ഓരോ റോയിലുള്ള എലമെന്റ്സ് ആയിരിക്കും സ്റ്റോർ ആയിട്ട് പോകുന്നത്. കോളം മേജർ വരുന്ന സമയത്താണെങ്കിൽ ആദ്യം സ്റ്റോർ ചെയ്യുന്നത് ആ കോളത്തിൽ ഏതൊക്കെ എലമെന്റ്സ് ഉണ്ടോ അത് കോളം 1ലുള്ള എലമെന്റ്സ്, ദെൻ കോളം 2ലുള്ള എലമെന്റ്സ്, ആ ഒരു രീതിയിലായിരിക്കും സ്റ്റോറേജ് പോകുന്നത്. ഇങ്ങനെ രണ്ട് രീതിയിൽ നമ്മൾ നോർമലി നമ്മുടെ എന്താണ് 2 ഡയമെൻഷണൽ അറേസ് നമ്മൾ സ്റ്റോർ ചെയ്യാറുണ്ട്. 1 ഡയമെൻഷണൽ അറേയിൽ അങ്ങനെ ഒരു കേസ് ഇല്ല. 2 ഡയമെൻഷണൽ അറേ വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഓർഡറിൽ ഇമ്പോർട്ടൻസ് വരുന്നത്. റോ മേജറും കോളം മേജർ ഓർഡറിന് ഇമ്പോർട്ടൻസ് വരുന്നത്. സോ അങ്ങനെ വരുന്ന കേസസിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഇവാലുവേഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആക്സസ് ചെയ്യാൻ പോകുന്നത് I1, I2 എന്നുള്ള രണ്ട് ഇൻഡെക്സ് വരുന്ന ഒരു എലമെന്റിനെ ആയിരിക്കും നമ്മൾ ആക്സസ് ചെയ്യാൻ പോകുന്നത്. സോ അതിന്റെ കാൽക്കുലേഷൻ നമ്മൾ ചെയ്യുന്നത് ബേസ് പ്ലസ് I1 മൈനസ് ലോ 1 ഇൻറ്റു N2 പ്ലസ് I2 മൈനസ് ലോ 2 ഇൻറ്റു W. ഈ ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ നമ്മുടെ 2 ഡയമെൻഷണൽ അറേയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. സോ അപ്പം I1 റോയിലെ I2 കോളത്തിലെ എലമെന്റ് ആണ് നമുക്ക് ആക്സസ് ചെയ്യാനുള്ളത്. അപ്പോൾ അത് ആക്സസ് ചെയ്യാനുള്ള ആ സ്റ്റാർട്ടിംഗ് മെമ്മറി കിട്ടാൻ വേണ്ടിയിട്ട് ബേസ് പ്ലസ് I1 എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ റോ ഇൻഡെക്സ് മൈനസ് ലോ 1 എന്ന് പറയുമ്പോൾ റോ എവിടെ ഏതിലാണോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, റോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഇൻഡെക്സ്, ഏറ്റവും ലോവസ്റ്റ് ഇൻഡെക്സ്, ഇൻറ്റു N2 മീൻസ് കോളം ഏത് വരെ പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, കോളം എത്ര കോളം വരെ ഇതിൽ ആക്സസ് ചെയ്ത് പോകും. കാരണം കോളം മേജർ ഓർഡറിലാണ് നമ്മൾ റോ മേജർ ഓർഡറിലാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് എത്ര നമ്പർ ഓഫ് കോളംസ് ഉണ്ടോ അത്രയും എലമെന്റ്സ് ഇതിനകത്ത് വരും, ഫസ്റ്റ് റോയിൽ വരും. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ദെൻ പ്ലസ് I2 കോളം ഇൻഡെക്സ് മൈനസ് ആ കോളം ഇൻഡെക്സിന്റെ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് ഇൻറ്റു അതിന്റെ വിഡ്ത്ത്. ഇങ്ങനെയാണ് നമ്മൾ അതിനെ ആക്സസ് ചെയ്യുന്നത്. ഈ എക്സ്പ്രഷൻസ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അത്രയും മാത്രം മതിയാവും നിങ്ങൾക്കത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ ഫോർ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്സിൽ പഠിക്കുന്നത്. അപ്പൊ നിങ്ങളോട് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്സിന്റെ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാലോ അതിന് കറസ്പോണ്ടിങ് 3 അഡ്രസ് കോഡ് ജനറേഷൻ പറഞ്ഞാലോ ഒക്കെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം എഴുതേണ്ടത്. അത് മൊത്തത്തിൽ ക്വസ്റ്റ്യൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് വായിക്കണം. ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴത്തേനും ജസ്റ്റ് എന്താ പറയാ, അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട് മാത്രമാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ യു ഹാവ് ടു സ്പെസിഫൈ ഓൾ ദീസ് കൈൻഡ്സ് ഓഫ് തിങ്സ്. അതർവൈസ് ഇപ്പം നിങ്ങളോട് 3 അഡ്രസ് കോഡ് മാത്രം ജനറേറ്റ് ചെയ്യാനാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ആ ഒരു എക്സ്പ്രഷൻ നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ട് ആ എക്സ്പ്രഷന് കറസ്പോണ്ടിങ് ആയിട്ട് മാത്രം ചെയ്താൽ മതിയാവും. അതല്ല റീയൂസിങ് ടെമ്പററി നെയിംസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, അത് ക്വസ്റ്റ്യൻ അനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് അവസാനം ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പോഴത്തേനും നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ കിട്ടും.